ഗാസയിലെ ഭക്ഷ്യവിതരണം ഇസ്രായേൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ച തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയാണ്. അവർ പറയുന്ന കാര്യം, UN സഭയെ 100% വിശ്വസിക്കാൻ പറ്റില്ല. UN സഭയ്ക്കകത്ത് ഹമാസിന്റെ തീവ്രവാദികളുണ്ട്, അവർ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് UN സഭയുടെ പ്രതിനിധികൾ ഏതാണ്, ഹമാസ് ഏതാണ് എന്ന് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങൾ ഗസക്കായി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളത് UN സഭയെ പൂർണ്ണമായി നൽകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പക്ഷം. അവർ പറയുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. അവരായിരിക്കും ഇനി ഈ മേഖല നിയന്ത്രിക്കുക എന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഗാസയിലെ നിവാസികൾക്ക് പൂർണ്ണ തോതിൽ ഭക്ഷ്യധാന്യം നൽകിക്കൊണ്ട് അവരെ ഇസ്രായേലിന്റെ ആശയത്തോടു കൂടി അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധരല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഹമാസിനെ തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നൽകുന്നത്. എന്നാൽ 400-ലധികം സമൂഹ അടുക്കള സൃഷ്ടിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്തിരിക്കുന്ന UN സഭയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അംഗീകരിക്കില്ല എന്നാണ് ലോകരാജ്യങ്ങളുടെ നിലപാട്. അതിനാൽ തന്നെ ഇത് ലക്ഷ്യം കാണുക വലിയ പ്രയാസമാണ് എന്ന് ഇപ്പോൾ വിലയിരുത്തുകയാണ്.